അപ്പൊ നമ്മ ഇന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു വീഡിയോ ആയിട്ടാണ്. നമ്മ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സംഭവത്തിന്റെ പേരെന്താണ് മുക്കുൾസു? കുട്ടിയും ചോറും. അതിനു വേണ്ടി നമ്മ കുറച്ച് ഐറ്റംസ് ഒക്കെ കണ്ടോ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കഴുകി വെച്ച ഐറ്റംസ് ആണ് കേട്ടോ. പിന്നെ നമ്മൾ ഇതാക്കി വെച്ചേക്കണത് പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മള് അൻസി പാവം അമ്മച്ചിമാരെ പോലെ ഇരുന്നിട്ട് കഴുകണമെന്നുണ്ട്. കണ്ടോ ഗൈസ്, അവിടെ നല്ല നല്ല പാത്രം ഉണ്ട്. അപ്പൊ അവള് തേച്ച് കഴുകണേണ് കേട്ടോ പാത്രങ്ങള്. നമ്മുടെ ഐഷ പിന്നെ അടുക്കളയിൽ പോയിട്ടുണ്ട്. കുറച്ച് ഐറ്റംസ് ഒക്കെ വേണമല്ലോ, അപ്പൊ അതിനു വേണ്ടി എടുക്കാൻ പോയിക്കണേണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. സാഫ്റ്റ് പാത്രം കഴിക്കണേണ്. ഓക്സൊക്കെ ഇട്ടായിട്ട് നമ്മ ഇപ്പോൾ ഇവിടെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊക്കെ ചെറിയ 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 പാത്രത്തിലാക്കണം. മുട്ടയൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റായിക്കൊണ്ടിരിക്കണുള്ളൂ. അഫ്റ്റിത ഇവിടെ പാത്രം കഴിക്കണ്ട. അഫ്റ്റിത ഇതൊക്കെ അറിഞ്ഞത് ഞാൻ വന്നു. ഇവിടെ അടിസ്ഥാനം നിൽക്കണ്ട് ഉമ്മുക്കുളിസു. പിന്നെ അതിൻ്റെ പൊക്കത്താണ് രണ്ടുപേരും ഇരിക്കണം. ചീച്ചായിയും യാസിനുമാണ് നിൽക്കണത്. പിന്നെ ചിമ്പു തന്നെയുണ്ട് ഗൈസ്. ചിമ്പു ചിരിച്ച് തന്നെയുണ്ട്. അപ്പൊ ഗൈസ് എന്നെ കളിച്ചില്ലല്ലോ. കളയാൻ എന്നെ കൊണ്ട് വെച്ചില്ല. ഞാൻ ചെയ്യാം മോനെ, ഞാൻ ചെയ്തോളാം. അറിയലൊക്കെ ഗൈസ് ഇവിടെ ഭയങ്കര നോക്കി ഗ്യാസ് അടുപ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അഫ്റ്റിതായപ്പെടുത്തു. അപ്പൊ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കണേ. ഉമ്മൂസേ സെറ്റ് ചെയ്തോണ്ടിരിക്കണേണ്. ഇവിടെ ഒരു കയ്യിൽ വെച്ചെടുത്താൽ മതി കേട്ടല്ല. നമ്മ ഇവിടെ ഓരോ സാധനങ്ങൾ വെച്ച് ഇട്ടോണ്ടിരിക്കണേന്ന്. ഹൗസും എത്തിയിട്ടുണ്ട്. ഞാൻ മുളക് എടുത്ത് വെക്കുന്നുണ്ട്. ഇവിടെ മൂടി വെക്കുന്നല്ലോ. ഇതൊന്ന് കൊണ്ടുവച്ചെന്നാ ഇന്നാ വീഡിയോ ആരെങ്കിലും എടുക്ക്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് കുക്കിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇപ്പൊ എല്ലാവർക്കും സുബ്രതമായിട്ട് എന്താണ് ഈ ഇൻട്രോ എടുക്കണ്ട. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വ്ലോഗ് ആയിട്ടാണ്. ഇന്നത്തെ വ്ലോഗ് എന്ന് പറയുമ്പോൾ കുട്ടിയും ചോറ് ഉണ്ടാക്കിയതാണ്, കുക്കിംഗ് ആണ്. യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ കുട്ടിയും ചോറ് ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ സെറ്റപ്പും നമ്മൾ പുറകെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. യെസ് ഗൈസ്, നമുക്ക് എല്ലാവരും കാണിച്ചു തരാം. അപ്പോൾ പറഞ്ഞോ ഗൈസ്. അപ്പം നമ്മ വിചാരിച്ചു ഫസ്റ്റ് ബാക്ക് വശത്തിട്ടോ ടെറസിൽ ചെയ്യാന്ന് വിചാരിച്ചോ. പക്ഷേ നമുക്ക് ഫ്രണ്ട് വശമാണ് കുറച്ച് കംഫർട്ടബിൾ. അപ്പം നമുക്ക് കുറേ പാത്രമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഗ്യാസ് അടുപ്പ് സെറ്റായി, വാട്ടർ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെയാണ്, മുളകൊടി, മഞ്ഞപ്പൊടി, പിന്നെ ഇത് കണ്ടില്ലേ മുട്ടയൊക്കെ ഉണ്ട്, സവാള, ഉള്ളി ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഉമ്മൂസ് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇല്ലേ ഉമ്മൂസേ? ആർ യു എക്സൈറ്റഡ്? യെസ് ഗൈസ്, നാളെ സ്കൂളും തുറക്കും, ഭയങ്കര പാടാണ്. അപ്പം നമുക്ക് ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ചിട്ട് വരാം. നമ്മുടെ അടുപ്പ് ഇതാണ്, ഇതുവരെ കത്തിച്ചിട്ടില്ല. അപ്പം നമ്മൾ കത്തിക്കാൻ പോണാണ്. ഉമ്മുക്കൊഴിച്ചും 5 രൂപ ഉണ്ടാണ് ഗൈസ്, കത്തിക്കാൻ പോണാണ്. അതിലിട്ട് നമ്മുടെ അൻസിയായ്മയും ഐഷായ്മയും കൂടെ കത്തിക്കുന്നു. ഉമ്മു അവിടെ വായി നോക്കി എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. ഗൈസ് കത്തി ഗൈസ്, ഇവര് അയ്യോ ഒരു കുഞ്ഞു പാത്രം വെക്കാനാണ് നിങ്ങൾ ഇത്ര വെച്ചാൽ കിടത്തടി എനിക്ക് പേടിയാ. അതെ, വെറുകും കൊണ്ടെടുത്തോണ്ടായത് ഇപ്പൊ തീരും. അപ്പൊ അപ്പ ഇപ്പറിട്ടോണ്ടിരിക്കണ്ടാലും അതാവുമ്പോ വെറുകും
ചിരട്ടലാണ് ഗൈസ് അടിച്ചു ഗൈസ് രാവിലെ ആയിട്ട് ലൈറ്റ് ഒക്കെ ഓണാക്കി വെച്ചേക്കണ പാത്രം ഇതാക്ക് നമ്മുടെ കാണികളാണ് ഇത് കണ്ടോ ആ പൊക്കത്ത് നമുക്ക് ഫാൻസ് ഉണ്ട് ആ കഷ്ണോ അത് ആ കല്ലീർ കന്ന പലക്കാണ് ഗൈസ് നമ്മുടെ ഫാൻസ് ആണ് കേട്ടോ നമ്മക്ക് തന്നെ കത്തിക്കാന്നാണ് പക്ഷെ നിർദൂണായ ഉമ്മ എന്നെ കത്തിക്കാന്ന് അമ്മ വിചാരിച്ചു അപ്പൊ അബ്സുമ്മയോട് കണ്ട് ചിരിക്കാനാണ് അബ്സുമ്മ വന്ന് ഈ കണ്ട് അബ്സുമ്മക്ക് കുറച്ചുമ്മനെ കൊടുക്കൂല അബ്സുമ്മയാണ് ഞാൻ കല്ലത്തുണ്ടായിരുന്നു ഓടിച്ചമ്മ വേണ്ട ചോറും ചെമ്പളും ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ടേ നമ്മള് ചോറും ചെമ്പ് ഇതാണ് ബിസ്മീനൊക്കെ പറഞ്ഞിട്ടാണ് അമ്മ വെക്കണത് കേട്ടോ അൽഹംദുലില്ലാ ആദ്യമായിട്ടാണ് നമ്മളിങ്ങനെ വീട് വന്നിട്ട് നമ്മ കത്തിച്ചൊക്കെ കണ്ടു എടി ഒന്ന് പോയെടി കണ്ടോ ഇതാണ് നിന്റെ എടി ആയിഷ നീ വ്ലോഗ് കൈകാര്യം ചെയ്ത് ഇവളെന്താണിത് നമ്മപ്പ കണ്ടോ വെള്ളം വെച്ചിട്ടുണ്ട് കാണിച്ചു കൊടുക്കടി വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മ ഇയാടെ പത്തിടാൻ സമയായി ഞാൻ മൂടി വെച്ചിട്ടുണ്ട് ഗൈസ് ഇതാണ് നമ്മുടെ വെള്ളം അപ്പൊ ഗൈസ് അൻസ്താത്ത ഉള്ളിൽ എടുക്കാനാണ് ഇങ്ങോട്ടുണ്ടോ ഇവിടെ ഇതാക്കണം അഫ്ന ഒരു കൈലരി അഫ്ന ഒരു കൈലരി അടുത്തത് ഐഷ മോള് ഐഷ ഇടുണ്ട് അടുത്തത് അൻസി ഇടുണ്ട് കണ്ടപ്പോ പേടിച്ച് അൻസി ഒരു നുള്ളിടുക ഉമ്മൂനിടണം അൻസി ഇട്ടു ഇനി അഫ്രീനെ കൊണ്ടിടിപ്പിക്കാൻ വേണ്ടി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗൈസ് ഇത്തിരി ഇട്ടോ ഗൈസ് നല്ല ഇടലായി പോയി ഉമ്മൂസിന് നല്ലതാഹോന്ന് പറഞ്ഞാൽ ഉമ്മൂസ് വെള്ളം കുടിക്കാൻ പോയിട്ടോ അത് നമ്മടെ അൻസി ഇവിടെ ഉള്ളി വിളിക്കുന്നു എനിക്ക് ആ കുട്ടി എടുത്തരോ ഐഷ മുട്ടന്റെ സെറ്റപ്പ് ചെയ്യുന്നു ചായയാണോ മുട്ട ഒരു മഞ്ഞ കളർ ആവുമ്പോഴാണ് അമ്മ മറ്റേ അത് ഉപ്പ് നമുക്കൊരു കൈ ഉമ്മുക്കുൽസു എങ്ങനെയുണ്ട് കുട്ടിയും ചോറ് ഗൈസ് നമ്മുടെ ഉമ്മുക്കുൽസു കൊണ്ട് കിടക്കുന്നുണ്ട് അടുത്തതായിട്ട് നമ്മുടെ അമ്മ കുരുമുളക് പൊടിയാണ് ഇപ്പൊ തന്നെ ഇടണ്ട ഐഷ ഞാനൊരു വീഡിയോ കണ്ടേട്ടാ ഗൈസ് ഇത് നോക്കിക്കേ നല്ല നാട്ടിൻ ചമ്മന്തി പോലെ ആക്കാൻ വേണ്ടി ഇതാക്കുന്നുണ്ട് കേട്ടോ നമ്മള് ഉമ്മുക്കുൾസ് കണ്ട മുട്ട ഭയങ്കരമായിട്ട് ഇളക്കണം ഒരു നല്ല കയ്യില്ല നീ പപ്പടം മേടിക്കണം പപ്പടം കണ്ടോ അപ്പൊ അഫ്റ്റിന്താ ഇപ്പൊ സവാള അരിഞ്ഞോണ്ടിരിക്കണേണ് മുട്ടയില്
ഇവിടെ പൈപ്പുണ്ട്. കണ്ടോ ഗൈസ്, നമ്മുടെ സവാള അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ. കുറച്ചിട്ട് ആദ്യം കേട്ടോ. നല്ല ടേസ്റ്റ് സവാള. ഉമ്മയും ബാപ്പയും നമ്മളെ സഹിക്കാൻ പറ്റാണ്ട് പോവുകയാണ്. എന്ത് വാങ്ങിക്കാൻ പോണേ നിങ്ങള്? ഗൈസ് കണ്ടോ, ഐഷ ഇപ്പൊ ഉള്ളിമുളക് അങ്ങോട്ട് ഒരു പാത്രത്തിലോട്ട് ഇതാക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു കളർ ഇങ്ങനെ ആവണം, എന്നാലേ നമുക്ക് ഇത് നമ്മൾ ഉള്ളി തന്നെ ചെയ്താലേ ഒരു ടേസ്റ്റ് കിട്ടും. മനസ്സിലാവും. നമ്മള് ഉമ്മുക്കുൾസ് കണ്ടോ ഗൈസ്, നല്ല കണ്ണരിയാനുണ്ട് എലുമൂസേ. നിങ്ങൾ വിചാരിക്കും ഞാനാണൊന്നും ചെയ്യാത്തല്ല, പക്ഷെ ഞാനാണ് വീഡിയോഗ്രാഫർ ഇട്ടോ. കണ്ടോ ഗൈസ്, അപ്പൊ നമ്മ ഇതിലോട്ട് കുറച്ച് മുളക് പൊടി, ഇടിച്ച മുളക് ഇടാൻ ഒരു നുള്ളു മതി കേട്ടോ. ഒരു നുള്ളിട്ടാണ്. പിന്നെ നമ്മൾ ആഡ് ചെയ്യണമെന്ന് നമ്മളെ സ്വന്തം ഗൈസ് നല്ല കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ആഡിങ് ഒരു ഒരു കൈ അത് നല്ലോണം മിക്സ് ചെയ്യാം. അങ്ങനെയല്ലോ ഇങ്ങനെ. ഗൈസ് രണ്ടേരും മിക്സ് ചെയ്ത് കളിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എന്റെ പപ്പടം ഇവിടെ ഒന്നുണതാകാറായിട്ടുണ്ട്. അപ്പൊ ഞാൻ പപ്പടം ചെയ്തോണ്ടിരിക്കുന്നു. മൂടെ മുട്ട ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. കാലത്ത് ഗ്യാസ് അടുപ്പുണ്ട്, എല്ലാ സൗകര്യം. ഗൈസ് അവിടെ സിസ്റ്റേഴ്സ് ലവ് ആണ് നടക്കുന്നത് കേട്ടോ. എന്റെ കണ്ണൊക്കെ നല്ല എരിയലുണ്ട് കേട്ടോ. അവരവിടെ യൂസ് ചെയ്ത പ്രൊഡക്റ്റ് ഗൈസ് നമ്മുടെ ചോറ് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചോറ് വെന്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പത്തേക്ക് ഞാനൊരു കയ്യിലെടുത്തിട്ട് വരാം. ഗൈസ്, അപ്പൊ ഇതാണ് നമ്മുടെ ചോറ്. അതാ നമ്മുടെ വെള്ളത്തിലുള്ള ചെമ്പ് കറുത്ത കളറായി അത് ഊതിക്കൊടുക്കും. ഊതിക്കൊടുക്കണം ഗൈസ്. ഒന്നും നാളെ മുതൽ 5 ദിവസം വരെ നല്ല മഴ ഉണ്ടാവും. എവിടെ ഇത് തീ കത്തിക്കാനുള്ള തീ ചോറായിട്ടുണ്ട് കേട്ടോ. നല്ലത് തന്നെ പൈസ എടുക്കാൻ പോണെയാണ്. കണ്ട ഐശ ഇങ്ങോട്ടാണ് നമ്മുടെ ചോറ്. കണ്ടോ ഗൈസ്, അടുത്തതായി അഫ്റ്റദാന മുട്ട പൊരിച്ചതാണ് ഉണ്ടാക്കാൻ പോണ. നമുക്ക് ഈ സൈഡിൽ ഇരിക്കണേ അഫ്റ്റദായി ഇതാക്കി കൊടുക്കുന്നുണ്ട്. ഗൈസ് നമ്മൾ എണ്ണ മുട്ട പൊരിക്കാനാണ് പോകുന്നത്. കുട്ടികളുണ്ട്. അഫ്റ്റദ ഞാനാണ് കത്തിപ്പിച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് മുട്ട എടുക്കാം. പടക്കം അഫ്റ്റദാക്കാം. ഓരോ കയ്യിൽ അതിലൊക്കെയാണ് അത്ര കൊടുത്താൽ മതി കേട്ടോ. വെളിച്ചെണ്ണ ഒഴിക്കാണ്ട് ഫസ്റ്റ് തന്നെ കൈ നല്ല പൊള്ളുണ്ടെന്നാണ് പറയാ. മുട്ട ഇടാ. മതി മതി മതി, കൂടിപ്പോയി അഫ്നു. നല്ല തീ ഉണ്ട് കേട്ടോ. അനുസരിച്ച് പിടിക്കുന്ന സാധനം വേണം. പിടിക്കുന്ന കൈപൊള്ളി 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 ശരിയാവില്ല.
എനിക്കൊന്നും അറിയൂല. എടി അതിലെ വെല്ലെല്ലാം ഇരിക്കണം എൻ്റെ ഉട്ടൂല. ഇന്നലെ അവിടെ നമ്മൾ ഫിൽഡ് തന്നെ നോക്കി എടുത്തോട്ടെ. എന്താണെന്ന് വെച്ചാൽ മുട്ടൊന്ന് പൊരിക്കാൻ വെച്ചിട്ടില്ല. പപ്പടവും മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ ഈ പാത്രം തന്നെ വേണം, അത്യാവശ്യമാണ്. പേപ്പർ വെൽഡ് കത്തിച്ചളിക്കണ്ട, കുറച്ച് ഇത് ഒഴിച്ചാൽ മതി. എന്നിട്ട് തീ കത്തിക്കും. അതാണ് ഇനി ഇതാക്ക്. പാത്രം വെക്ക, വെച്ച് ചട്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിക്ക്. എണ്ണ ഒഴിക്കാണ്ട് സാറ് തന്നെയുണ്ട്. വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ? ഇവിടെ ഒരു പാത്രത്തിൽ ഞാനൊരു സവാള ഒരു മുട്ടക്കറിയോ എണ്ണ കൂടിപ്പോയി കുഴപ്പമില്ല. കാണിച്ചു തരാം നിങ്ങൾക്ക്. പിടിക്കുക എണ്ണ കൂടുതലായിട്ടല്ല ഇങ്ങോട്ട് പിടിക്കാൻ പറഞ്ഞില്ല. വലിയ മുട്ട വേണമെങ്കിൽ ഗൈസ്. അപ്പം നമ്മളെല്ലാം ഉണ്ടാക്കാം. അപ്പൊ നമ്മളെല്ലാം ഉണ്ടാക്കാം. അപ്പൊ നമ്മൾ ചോറ് അൻസ്റ്റൈഡായിരുന്നു. അപ്പൊ ഒരു കഴിഞ്ഞുണ്ട്. അപ്പൊ നമുക്ക് അതിലോട്ട് കഴിഞ്ഞാൽ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി സാധനമാണ്. കുറച്ച് ഉള്ളിമുളക് ഇട്ടാണ്. നമ്മുടെ അശ കുറച്ചും ഇങ്ങനെയാണ് പപ്പടം, ഉള്ളിമുളക്, മുട്ട, ചോറ് കഴിച്ചാക്കട്ടതും പപ്പടം, ചോറ്, ഉള്ളിമുളക്. അൻസിക്കിട്ടാ ചോറൊക്കെ ചോറൊക്കെ താഴ്ത്തുന്നു. ഇതാണ് കുട്ടിയും ചോറ്. അഫ്നാക്ക് ചോറ്, എനിക്ക് എടുത്താട് ഉള്ളിമുളക് ചോറ്. അപ്പൊ നമുക്ക് ചോറ് എനിക്കൊരു നല്ലൊക്കെ നമുക്കപ്പോ ചോറ് മുട്ട പൊരിച്ചത്, പപ്പടം. എന്റെ ഒറ്റപ്പടിയോളൂ ഞാൻ തിന്ന് കാണിച്ചുതരാം. ആ ഉള്ളിമുളകും ആ പപ്പടം കൂടെ കുഴക്കാം. എന്നിട്ട് ആ മുട്ട നോക്ക് നോക്ക്. കൊള്ളാം കൊള്ളാം. നല്ല ടേസ്റ്റ്. പപ്പടം കൂടെ ഒന്ന് ഒഴിക്കാം, കുഴക്കാം. എന്നിട്ട് തന്നെ വലിയ പാത്രം എടുക്കാൻ പറ്റും. എടുത്തെടുത്ത് പോയിട്ട് എടി നല്ല വലിയ പാത്രം നല്ല ടേസ്റ്റ് ഉള്ളതടി. നമ്മ അയ്യോ എനിക്ക് നല്ല പിള്ളേർക്കും കൊടുക്കടിയേ. ആ തടിച്ചാത്ര എടുത്തോണ്ട് വേണേ. അയ്യോ കണ്ടിട്ട് വാരം ഇവളെന്താണ് ഇതെല്ലായിട്ടും അത് പറഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. രണ്ട് പാത്രം തേച്ചിരുന്നു. ഒന്ന് പോയി തരാട്ടോ.
നിങ്ങൾ എനിക്ക് കുറച്ച് വെച്ചോളൂ. നമുക്കല്ലേ എന്താ തിന്നണ്ട, അത് അവിടുത്തെ ഇതെനിക്ക് ഉമ്മിക്കും കൂടെയാണ്. മുട്ട ഞാനൊന്നും ചെയ്തിട്ടില്ല. ഗായ്സ് അപ്പോൾ അത്രക്കുള്ളും ഗായ്സ് നമ്മുടെ കുട്ടിൻ ചോറ് വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ നേരത്തെ ഇട്ട ഫോറമാളുടെ വീഡിയോ കുറേ പേരൊന്നും ലൈക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായമൊക്കെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ഗായ്സ്. അതുവരെയും ബൈ.